കാർഷിക യന്ത്രവൽക്കരണം മികച്ച മാതൃകയായി ചെറുപുഴയിലെ കർഷക ഗ്രൂപ്പുകൾ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ പദ്ധതിയായ സ്മാം പദ്ധതി പ്രകാരം 80% സബ്സിഡിയിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ എന്ന രീതിയിൽ അംഗീകൃത കർഷക ഗ്രൂപ്പുകൾ നൽകുന്ന യന്ത്രങ്ങൾ വാങ്ങി കർഷക സഹായ കേന്ദ്രമായി പ്രവർത്തിക്കാൻ സന്നദ്ധമായി വന്ന ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ചെറുപുഴ പഞ്ചായത്തിലാണ്. കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത തിരുമേനി കേന്ദ്രമാക്കിയുള്ള തേജസ്വിനി, മിഡാസ്, പുളിങ്ങോത്തെ പുളിങ്ങോം കർഷക കൂട്ടായ്മ, ചട്ടിവയൽ കേന്ദ്രമായുള്ള ഗ്രൂപ്പ് എന്നീ 4 ഗ്രൂപ്പുകൾക്കാണ് കസ്റ്റം ഹയറിംഗ് സെന്ററിന് അംഗീകാരം ലഭിച്ച് യന്ത്രസാമഗ്രികൾ വാങ്ങിയിട്ടുള്ളത്. ഓരോ ഗ്രൂപ്പുകൾക്കും കർഷക സഹായ കേന്ദ്രത്തിനായി 30 ലക്ഷം വരെയുള്ള യന്ത്രങ്ങൾ 80% സബ്സിഡി നിരക്കിൽ പദ്ധതി പ്രകാരം അനുവദിക്കുമെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നമ്മളിവിടെ ചെറുപുഴ പഞ്ചായത്തിലെ സ്മാം പദ്ധതിയുടെ ഭാഗമായിട്ട് കസ്റ്റം ഹയറിംഗ് സെന്ററിന്റെ വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ്. കാർഷിക മേഖലയിൽ ഒരുപാട് യന്ത്രങ്ങളും അതൊക്കെ ദൗർലഭ്യമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ, തൊഴിലാളികളും ദൗർലഭ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ കസ്റ്റം സെന്ററുകളുടെ പ്രവർത്തനം വളരെ ഉപകാരപ്രദമാണ്. കാരണം കർഷകർക്ക് അവർക്ക് താങ്ങാവുന്ന ഒരു പൈസയ്ക്ക് തന്നെ അവർക്കുള്ള യന്ത്രങ്ങൾ വാടകയ്ക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ചെറുപുഴ പഞ്ചായത്തിൽ തന്നെ 3 ഗ്രൂപ്പുകൾ നമ്മളിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇവിടെയുള്ള കർഷകർക്ക് അതിന്റെ ആനുകൂല്യങ്ങളും എല്ലാം നല്ല രീതിക്ക് ലഭിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടത്തുന്നത് ഇവിടെ. പിന്നെ സ്മാം പദ്ധതി പ്രകാരം കാർഷിക യന്ത്രങ്ങൾക്കാണ് സബ്സിഡി കൊടുക്കുന്നത്. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫാമേഴ്സിന് 40 മുതൽ 50% വരെ സബ്സിഡിയും, ഫാർമർ ഗ്രൂപ്പുകൾക്ക് പരമാവധി 80% വരെ സബ്സിഡിയിലാണ് മെഷീൻസ് കൊടുക്കുന്നത്. ഇന്ന് ജൂലൈ അഗ്രി മെഷീനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യന്ത്രങ്ങളുടെ സൂക്ഷ്മ പരിശോധന നടത്തി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ അക്ഷയ KA, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേസ് ഡാനിയൽ, മെക്കാനിക്കുമാരായ ഇ രാഗേഷ്, വൈശാഖൻ ഇ, ചെറുപുഴ കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ സുരേഷ് കുറ്റൂർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. തൊഴിലാളി ദൗർബല്യം നേരിടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഗ്രൂപ്പുകളെയും കർഷകരെയും പദ്ധതിയിൽ അംഗങ്ങളാക്കി യന്ത്രവൽക്കരണം ചെറുപുഴയിൽ സാർവത്രികമാക്കുകയാണ് ലക്ഷ്യമെന്ന് ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ തന്നെ ഒരു മികച്ച മലയോര കാർഷിക മേഖലയായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലാളി ദൗർലഭ്യം കാർഷിക മേഖലയിൽ ശക്തമാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഒരു സമ്പൂർണ്ണ കാർഷിക യന്ത്രവൽക്കരണം എന്ന ക്യാമ്പയിൻ പല സ്ഥലങ്ങളിലായി നടത്തിയിരുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന രീതിയിൽ നമ്മുടെ ഈ വർഷം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു 4ഓളം ഗ്രൂപ്പുകൾ കസ്റ്റം ഹയറിംഗ് സെൻറ്റർ എന്ന രീതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന സ്മാം എന്ന യന്ത്രവൽക്കരണ പദ്ധതിയിലൂടെ അവർക്ക് കാർഷിക യന്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ഈ കസ്റ്റം ഹയറിംഗ് സെൻറ്ററിലൂടെ ആനുകൂല്യം നേടുന്നത് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലാണ്. ഈ കസ്റ്റം ഹയറിംഗ് സെൻറ്ററിലൂടെ ഈ രജിസ്റ്റേർഡ് ഗ്രൂപ്പുകൾക്ക്, കർഷക ഗ്രൂപ്പുകൾക്ക് ഏകദേശം 30 ലക്ഷം രൂപ വരെയുള്ള യന്ത്രസാമഗ്രികൾ ലഭിക്കുന്നതാണ്. അതിൽ 24 ലക്ഷം രൂപ 80% സബ്സിഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കർഷകർക്കും ഈ പദ്ധതിയിലൂടെ 40 മുതൽ 50% വരെ സബ്സിഡിയിൽ കാർഷിക യന്ത്രങ്ങൾ, എല്ലാവിധത്തിലുള്ള കാർഷിക യന്ത്രങ്ങളും ലഭിക്കുന്നതാണ്. അത് ഇപ്പോൾ ഈ വർഷം ഈ ജൂലൈ 1 മുതൽ അതിൻ്റെ രജിസ്ട്രേഷൻ പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുണമുള്ള കാര്യമാണിത്. അപ്പോൾ നമ്മുടെ ഈ കസ്റ്റം ഹയറിംഗ് സെൻറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൂപ്പുകൾ ഈ യന്ത്രങ്ങൾ വാങ്ങിയതിന് ശേഷം ആ പ്രദേശത്തുള്ള കർഷകർക്ക് അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ, ഹയർ ചെയ്യുന്ന രീതിയിൽ, വാടക കൊടുക്കുന്ന രീതിയിൽ ഈ മെഷീനറികൾ കൊടുക്കുക എന്നുള്ളത്, അത് കൃത്യമായി രജിസ്റ്റർ സൂക്ഷിക്കുക, അതിന് അനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, ഇതെല്ലാമാണ്. അപ്പോൾ അത് നല്ല കാര്യമാണ്. നമ്മുടെ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം, ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പുളിങ്ങോത്തുള്ള ഒരു കർഷക ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ തിരുമേനിയിലുള്ള 2 ഗ്രൂപ്പുകൾ, മിഡാസ് എന്ന് പറയുന്ന ഗ്രൂപ്പും തേജസ്വിനി എന്ന് പറയുന്ന ഗ്രൂപ്പും ചട്ടിവയലിലെ ഗ്രൂപ്പുമാണ് ഈ വർഷം ഇത് നേടിയിരിക്കുന്നത്, അവർക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷനിലൂടെ ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ പദ്ധതിക്കുള്ള ഓൺലൈൻ അപേക്ഷ ജൂലൈ 1 മുതൽ ബന്ധപ്പെട്ട സൈറ്റിലൂടെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും നൽകാവുന്നതാണ്. ഞാൻ ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങാം പ്രദേശത്തുള്ള പുളിങ്ങാം കർഷക കൂട്ടായ്മ എന്ന സംഘത്തിൻ്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ സംഘം രൂപീകരിച്ചത് 4 വർഷമായിട്ടുണ്ട്.
പ്രധാനമായിട്ടും നമ്മുടെ പ്രദേശത്തെ കർഷകർക്ക് ഉപകാരപ്രദമായ സംരംഭങ്ങൾ രൂപീകരിക്കുക എന്നുള്ള താല്പര്യത്തിലാണ് ഞങ്ങളുടെ സംഘം രൂപീകരിച്ചത്. കഴിഞ്ഞ വർഷം നമ്മൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സ്മാം എന്ന പദ്ധതിയെക്കുറിച്ച് അറിയും. അതുപ്രകാരം ഒരു യൂണിറ്റിനെ നമ്മൾ അപേക്ഷ കൊടുക്കുകയും അംഗീകരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതിന്റെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതി അനുസരിച്ച് കർഷകർക്ക് യന്ത്രങ്ങൾ പുളിങ്ങാം പ്രദേശത്ത് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.